ബൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എന്താ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങളുടെ കാർ ഷെവർലെ ബീറ്റ് ആണ്. അപ്പം അതിൻ്റെ നോർമൽ ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റീരിയോ സിസ്റ്റം തന്നെയാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീൻ ഒന്ന് ഫിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി പോവാണ്. ഞങ്ങൾ ബറേലിലുള്ള ജവഹർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് എന്താ പറയുക, കാറിൻ്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ഈ കാണുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഇത് മുഴുവൻ ഈ കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഷോപ്പുകളാണ്. ഞങ്ങൾ 1-2 ഷോപ്പിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം അന്വേഷിച്ചു. അപ്പോൾ ഫസ്റ്റ് ഷോപ്പിൽ ഞങ്ങൾക്ക് 12,500 ആണ് റേറ്റ് പറഞ്ഞത്. പിന്നെ ഒരു സ്ഥലത്ത് 8,500 പറഞ്ഞു. പക്ഷേ ഫൈനലി ഞങ്ങൾ മോഡേൺ കാർ കെയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് ഇവർ കാണിച്ചു തന്ന ഫസ്റ്റ് വൺ വന്നിട്ട് ആൻഡ്രോയിഡ് എക്സ്പ്ലോയിഡ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിന് 5,500 ആണ് ആവുന്നത്. പിന്നെ ഹൈപ്പർ ചാർജർ വന്നിട്ട് 6,500-ന്, പിന്നെ മൈ TVSൻ്റെത് 9,300, പിന്നെ ബ്ലോക്ക് ബസ്റ്ററിന് 8,500. ഈ ഇതിലും മേലെ റേഞ്ചിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ 10,000 എബോവ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ 4 ഞങ്ങൾ നോക്കിയത്. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഡിഫറൻസിൽ ഈ സിസ്റ്റത്തിനിടാൻ വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ കാര്യത്തിലും പ്രോസസ്സറിൻ്റെ കാര്യത്തിലുമാണ് മെയിനായിട്ട് ഡിഫറൻസ് ഉണ്ടാവുന്നത്. ഹൈപ്പർ ചാർജിൻ്റെ ആൻഡ്രോയിഡ് എക്സ്പ്ലോയിഡിൻ്റെയാണ് ഞങ്ങൾ ഡെമോ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഹൈപ്പർ ചാർജിൻ്റെ ഡെമോ. ഈ മുകളിലുള്ളതാണ് ആൻഡ്രോയിഡ് എക്സ്പ്ലോയിഡ്. ഇത് രണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് ഹൈപ്പർ ചാർജാണ്. അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ ചാർജ് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബൈ ഡിഫോൾട്ടായിട്ട് ബീറ്റിൽ കൊടുത്തിരിക്കുന്ന പാനൽ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് 1,250 രൂപയാണ് കോസ്റ്റ് ആവുന്നത്. അത് ഹൈപ്പർ ചാർജറിൻ്റെ 6,500-ന് പുറമേ നമുക്ക് വരുന്ന ചാർജാണ്. അപ്പം നമുക്ക് നമ്മുടെ ബീറ്റിലോട്ട് ഒരു പുതിയ ഹൈപ്പർ ചാർജർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ മന്നു ബൈയാണ് നമുക്ക് വേണ്ടിയിട്ട് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാനൽ റിമൂവ് ചെയ്തിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റീരിയോ സിസ്റ്റം നമുക്ക് അയച്ചു മാറ്റണം. പാനലും സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ അഴിച്ചു മാറ്റിയപ്പോൾ നമ്മുടെ ബീറ്റിൻ്റെ ഡാഷ്ബോർഡിൻ്റെ അവസ്ഥയാണിത്. ആക്ച്വലി ഇത് കണക്ട് ചെയ്യുമ്പം കപ്ലർ ടു കപ്ലർ കണക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അവിടെ ബീറ്റിൻ്റെ കപ്ലർ ടു കപ്ലർ കണക്ടർ കിട്ടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതായത് ആ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ബറേലിയിൽ പിന്നെ എവിടെയും കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ബയ്യ വന്നിട്ട് നമുക്ക് ആ വയറൊന്ന് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് മറ്റേ വയറോട്ട് കണക്ഷൻ കൊടുത്തിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിൽ തീരേണ്ട പരിപാടി ഞങ്ങൾക്കിത് കംപ്ലീറ്റ് ആകുമ്പോൾ ഓൾമോസ്റ്റ് 3 hours എടുത്തു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറിജിനൽ കണക്ടർ ഞങ്ങൾ കളഞ്ഞിട്ടൊന്നുമില്ല, അതവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് ചെറുതായിട്ട് വയർ കട്ട് ചെയ്തിട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ കണക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹൈപ്പർ ചാർജർ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ലിങ്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞങ്ങൾ ഡെമോയിൽ ചെക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ സിസ്റ്റത്തിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇതിൻ്റെ ടച്ചിങ്ങിൽ കുറച്ച് സ്മൂത്ത്നെസ് കുറവ് പോലെ തോന്നി, എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ അഭിപ്രായമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സെലക്ഷൻ ഒന്ന് റീതിങ്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബയ്യനോട് ചോദിച്ചു ഇനി നമ്മൾ ഈ സിസ്റ്റം മാറ്റുന്നതിനോണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്ന്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം കണക്ഷൻസ് ഒക്കെ സെയിം ആയിരുന്നു. ജസ്റ്റ് നമുക്ക് സിസ്റ്റം മാറ്റി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോയിട്ട് മൈ TVSൻ്റെയും ബ്ലോക്ക് ബസ്റ്ററിൻ്റെയും ഡെമോ ഒന്ന് ചെക്ക് ചെയ്തു. മൈ TVSും ബ്ലോക്ക് ബസ്റ്ററും ഞങ്ങൾ ഡെമോ നോക്കിയപ്പം രണ്ടും ഓൾമോസ്റ്റ് സെയിം ഫീലിംഗ് ആണ് ഉണ്ടായത്. രണ്ടിൻ്റെയും ഫംഗ്ഷനാലിറ്റി ഒക്കെ ചെക്ക് ചെയ്തപ്പം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ റിവ്യൂ ഒക്കെ നോക്കിയപ്പം ബ്ലോക്ക് ബസ്റ്ററിനാണ് കുറച്ച് കൂടുതൽ നല്ല റിവ്യൂ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ അങ്ങ് ഫൈനലൈസ് ചെയ്തു. ഫൈനലി ഞങ്ങൾ ഹൈപ്പർ ചാർജറിനെ തട്ടി മാറ്റി ബ്ലോക്ക് ബസ്റ്റർ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തു. കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായെങ്കിലും ഫൈനലി ബ്ലോക്ക് ബസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തത് ഒരു നല്ല ചോയ്സ് ആയിരുന്നു. പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് പാനലും ഫൈനലൈസായി ഫിക്സായി മൈക്കും കൂടെ ഫിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അത്ര വലിയ കാര്യമൊന്നുമില്ല അതിൽ. അത് നമുക്ക് ലാറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ചും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ബ്ലോക്ക് ബസ്റ്ററിൽ ഗൂഗിൾ അക്കൗണ്ടായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള നാവിഗേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴേക്കും നല്ല ലേറ്റായി രാത്രി. നമുക്ക് വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് വീഡിയോ എടുത്തത്. ഇതാണ് നമ്മൾ റിമൂവ് ചെയ്ത ബീറ്റിൻ്റെ ഒറിജിനൽ പാനലും
സ്റ്റീരിയോ സിസ്റ്റം. ഞങ്ങൾ ആക്ച്വലി 5 വർഷത്തിൻ്റെ മേലെ കാർ വാങ്ങിച്ചിട്ട് ഇതുവരെ ഈ സ്റ്റീരിയോ സിസ്റ്റത്തിൽ ഒരു കംപ്ലൈൻറ്റോ ഒന്നും വന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ പറയുക വെച്ചാൽ നമ്മളെപ്പോഴും ഒറിജിനൽ സാധനം കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ കാറ് റീസെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പാനൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീരിയോ സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ട് ഇത് റീസെയിൽ ചെയ്യാം. കാരണം നമുക്ക് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം വേറെ ഏത് കാറിലും അതിൻ്റെ പാനൽ വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ കാറിൽ നമ്മൾ ബ്ലോക്ക് ബസ്റ്റർ ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. ഇതാണ് ഹോം സ്ക്രീന്. ഇതിൽ കുറച്ച് ഈ ഇതുള്ളതുകൊണ്ട് കുറച്ച് ബബിൾസ് കാണുന്നുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നല്ലതാണ് സ്ക്രീൻ പ്രൊട്ടക്ഷന്, പക്ഷേ അത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്കിതങ്ങ് റിമൂവ് ചെയ്യാം. ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ സീരീസിൻ്റെ 8500-ൻ്റെയാണ് ഈ മോഡൽ. ആൻഡ് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2GB RAM ആണ്, T3L പ്രോസസ്സറും ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ്. ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈസി കണക്ഷൻ, സ്പ്ലിറ്റ് സ്ക്രീൻ, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല, അവരിതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് പറയുന്നത്. മൈക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഫുൾ HD ആണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലോക്ക് ബസ്റ്റർ സീരീസിന് MRP ഇവിടെ കൊടുത്തിരിക്കുന്നത് 12,650 ആണ്. ആൻഡ് ഞങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോഴും സെയിം പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. മേ ബി നമുക്ക് ഡൽഹി പോലെയുള്ള വലിയ സിറ്റികളിലൊക്കെ ചിലപ്പം കുറഞ്ഞ പ്രൈസിന് കിട്ടുമായിരിക്കുമെങ്കിലും ഈ ബറേലിയിലുള്ള ബെസ്റ്റ് പ്രൈസിനാണ് ഞങ്ങളിത് വാങ്ങിച്ചത്. 8,500 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞിട്ട് ഇവിടെ കിട്ടാൻ പറ്റുന്ന പോസിബിലിറ്റിയാണ് 8,500. ഞങ്ങൾ ഹോം സ്ക്രീൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് കളർഫുൾ ആയ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ നാവിഗേഷൻ, മ്യൂസിക് ആപ്പ്, ബ്ലൂടൂത്ത്, റേഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആപ്സിൽ പോയിട്ട് ബേസിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആപ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇതൊക്കെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഈ കാണുന്ന ആപ്സ് ഒക്കെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ഉണ്ടായിരുന്നതാണ്. പിന്നെ അപ്പോൾ നമുക്ക് യൂട്യൂബ് പോയിട്ട് നമ്മൾ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്തത്, സ്പീക്കേഴ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊത്തം സൗണ്ടിനൊരു ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ സൗണ്ട് ഉണ്ടായതുപോലെ ഞങ്ങൾക്ക് തോന്നി. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ മാത്രമാണ് ഞങ്ങളിപ്പോൾ ചെയ്തത്. സെറ്റപ്പ് കംപ്ലീറ്റ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പുതിയ ഫോൺ കിട്ടുന്നത് പോലെയാണ്. നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും ചെയ്യണം. നമ്മളിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്സ് ഡൗൺലോഡ് ചെയ്യണം, കോൺടാക്ട്സ് ആഡ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.